ശരി, എന്തായാലും വളരെയധികം നന്ദി സർ. ഏതായാലും മന്ത്രി തന്നെ ഈ യോഗ തീരുമാനങ്ങൾ ബ്രീഫ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്, മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ അവിടെ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ സ്ഥലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ഇന്നും നാളെയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി AK ശശീന്ദ്രനും അവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ മന്ത്രി ഈ സ്പോട്ടിലാണ്, അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. പക്ഷേ അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി തിരിച്ചെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുബഷീർ P. അക്ബർ തുടരുന്നുണ്ട്. മുബഷീർ നിൽക്കുന്ന സ്ഥലം കടന്ന മന്ത്രി പോയിട്ടുണ്ടാകും ഈ അപകട സ്ഥലത്തേക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രി തന്നെ അവിടെ എത്തുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ AK അഷ്റഫ് MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ എങ്ങനെയായിരിക്കണം തുടർ നീക്കം എന്നത് സംബന്ധിച്ച് എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഏതായാലും ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഒക്കെയും അവിടെ ഉണ്ടായിരുന്നു. ഏത് രീതിയിലായിരിക്കണം തുടർ ദൗത്യം എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. എങ്ങനെയായിരിക്കണം ഈ അടിയൊഴുക്കുള്ള സമയത്ത് നാവികസേനയ്ക്ക് അവിടെ തിരച്ചിൽ നടത്താനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് അറിയേണ്ടത്. മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, നമുക്ക് മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എങ്കിൽ പോലും മന്ത്രിയും സംഘവും അവിടെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തു കഴിഞ്ഞല്ലേ? മുബഷീർ, ചോദ്യം ആവർത്തിക്കാം. മുബഷീർ, ഞാൻ ചോദിച്ചത് നമുക്ക് ദൃശ്യങ്ങൾ പകർത്താൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ മന്ത്രിയും സംഘവും അവിടേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വന്ന ശേഷം നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ AK അഷ്റഫ് MLA സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിശദമായി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ളത് സാധ്യമാണോ? ഡ്രഡ്ജിംഗ് ഉപകരണം എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിതല സംഘം അങ്ങോട്ടേക്ക് പോയെന്ന് കരുതുന്നു. തീർച്ചയായും വിനീത വേണു, അല്പസമയം മുമ്പാണ് കേരളത്തിൽ നിന്നെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടുന്ന ഉന്നത സംഘം ഈ ഒരു ദുരന്തബാധിത മേഖല ഷിരൂരിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിയോടൊപ്പം MLA അഷ്റഫ് ഉൾപ്പെടെയുള്ള MK രാഘവൻ, അതുപോലെ തന്നെ സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ MLA മാരുണ്ട്. ഇവിടെയുള്ള SP ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ കളക്ടറുണ്ട്, സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഈ ഒരു സംഘം ദുരന്തബാധിത മേഖലയിലേക്ക് പോയിരിക്കുന്നത്. ശേഷം ഏറ്റവും നിർണായകമായ 4ാമത്തെ സിഗ്നൽ ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഉന്നതതല യോഗം ചേർന്നത്. സ്വാഭാവികമായും അത് ചർച്ചയായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചടിയാകുന്നത് ശക്തമായ അടിയൊഴുക്കാണ്. 4ാമത്തെ സ്ട്രോങ് ആയ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെക്കുറിച്ചും ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഈ മൺതിട്ടയ്ക്ക് സമീപമാണ് എന്നതാണ് വലിയ പ്രതിസന്ധി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനി ഈ ഡൈവേഴ്സിന് വേണ്ടുന്ന രീതിയിലുള്ള എന്ത് സഹായം ചെയ്യാനാകും, അതല്ലെങ്കിൽ മറ്റേ ഏത് രീതിയിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനാകും തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി നമുക്ക് വ്യക്തത വരേണ്ടതല്ലേ? തീർച്ചയായും വിനീത, അക്കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിലും ഈ ഒരു മിഷൻ അവസാനിപ്പിക്കരുത്, അത് തുടരണമെന്നൊരു അഭ്യർത്ഥന കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ PM മുഹമ്മദ് റിയാസ് സംസാരിച്ച സമയത്തും അത് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നബാധിത മേഖലയിലെത്തി അവിടെ എത്തി പരിശോധന നടത്തിയതിനു ശേഷം ഒരു സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയതിനു ശേഷം അദ്ദേഹം ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.